അതിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമാകുന്ന ഈ രാത്രി അവിടുത്തെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. കർത്താവേ, അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. വായിച്ച വചനത്തിനായിട്ട് സ്തോത്രത്തോടെ സംസാരിക്കാനിടയെ ബലപ്പെടുത്തണം. ഗ്രഹിക്കുവാൻ തന്നെ മക്കളെ സഹായിച്ചാൽ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു കർത്താവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായിരുന്നവനേ, തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായിരുന്നവനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനേ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ തന്നെ പരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ വിഷ്ണുത്തിൽ നമുക്ക് വായിച്ച വേദഭാഗം സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യമാണ് നമുക്ക് വായിക്കുവാനിടയായി തീർന്നത്. ദാവീദിന്റെ അനുഗ്രഹീതമാകുന്ന ഒരു സങ്കീർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് പറയുന്ന ഒരു ഭാഗമാണ്. ദാവീദിനോട് ദൈവം പറയുന്ന ഒരു പ്രോമിസ് ആയിട്ടാണ് ഇവിടെ ഈ വാക്യം എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ഹല്ലേലൂയ. ദാവീദിന്റെ ഒരു സാക്ഷ്യം ആണ് നമുക്കിവിടെ അവൻ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും തന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുവാനിടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അനർത്ഥം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലൂടെ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. അതിന്റെ സമയമോ ഒന്നും നിശ്ചയമല്ല. സ്തോത്രം. പല സന്ദർഭങ്ങളിലും അനർത്ഥം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് നാം അനർത്ഥത്തിൽ അകപ്പെട്ടു പോകാത്തത്. എബേസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ എബേസ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു: അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതെ തീരാതെ നീ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അനർത്ഥം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് മരണത്തിന് അല്ലെങ്കിൽ വ്യസനത്തിന് കാരണമായി തീരരുത്. അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണ് ഈ അനർത്ഥത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകുന്നത്, അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത്. പക്ഷേ ദൈവത്തിന്റെ ദയ കൊണ്ടാണ്, നമ്മളെ ദൈവം കരുതുന്നത് കൊണ്ടാണ് അനർത്ഥം നമുക്ക് വ്യസന കാരണമായിട്ട് തീരാതെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പക്ഷേ രോഗമായിട്ട് അനർത്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരുപക്ഷെ മറ്റ് പലവിധമാകുന്ന അപകടങ്ങളോ മറ്റ് പലവിധമാകുന്ന സാഹചര്യങ്ങളിലൂടെ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അവിടെയെല്ലാം ദൈവത്തിന്റെ കരുതലുകൾ, ദൈവിക സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് ദൈവം നമ്മെ സ്തോത്രം പിന്നെയും ജീവനുള്ളവരുടെ ദേശത്ത് നിലനിർത്തിയിരിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്,
അവൻ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. സ്തോത്രം. അപ്പൊ ഒളിപ്പിക്കുന്ന ഒരു ദൈവം, ദൈവത്തിന്റെ കൂടാരത്തിൽ അനർത്ഥം കടന്നു വരുമ്പോൾ, അവൻ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ കൂടാരത്തിൽ ദൈവം നമ്മളെ ഒളിപ്പിക്കും. ദൈവികമാകുന്ന ഒരു സംരക്ഷണയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പല പ്രാവശ്യം രോഗങ്ങൾ, മറ്റ് പലവിധ വ്യാധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. കൊറോണ പോലുള്ള അനുഭവങ്ങൾ നമ്മുടെ അരികിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ പല പ്രാവശ്യം കടന്നു പോയിട്ടില്ലേ? സ്തോത്രം. എന്നിട്ടും ദൈവം നമ്മളെ നിർത്തിയത് ദൈവത്തിന് നമ്മോട് കരുണയുണ്ടായിരുന്നു, ദൈവത്തിന് നമ്മോട് കൃപയുണ്ടായത് കൊണ്ട്. അനർത്ഥം വ്യസന കാരണമായി നമുക്ക് ഭവിക്കാതിരുന്നത് എത്രയോ പേർ, എത്രയോ ബലവാന്മാർ, എത്രയോ ശ്രേഷ്ഠന്മാർ, ആരോഗ്യമുള്ളവർ കൊറോണ എന്ന് പറയുന്ന വ്യാധിയുടെ മുമ്പിൽ താളടിയായി പോയപ്പോൾ സ്തോത്രം, ആരോഗ്യമില്ലാതെ, ബലമില്ലാതെ, സ്തോത്രം, നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കുവാൻ കഴിയാത്ത നമ്മളെ ദൈവം നിർത്തിയത് ദൈവത്തിന്റെ ദയയൊന്ന് മാത്രമാണ്, ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം. ഞങ്ങളുടെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയൊക്കെ കൊല്ലത്തൊക്കെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ കൊറോണ ബാധിച്ച് കടന്നു പോകുവാനിടയായി തീർന്നിട്ടുണ്ട്. അവിടെ കടന്ന ചെറുപ്പക്കാർ സ്തോത്രം, അവര് ജിമ്മിനൊക്കെ പോയി നല്ല ശരീരവും നല്ല ആരോഗ്യമുള്ളവർ. പക്ഷെ ആ കൊറോണയുടെ വ്യാധിയുടെ മുമ്പിൽ സ്തോത്രം തളർന്നു പോകുന്നതും സ്തോത്രം ഇല്ലാതെയായി പോകുന്ന വാർത്തകൾ പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്ത് ചെയ്തിട്ടാ സ്തോത്രം, അമ്മയൊക്കെ അവിടം വരെയൊക്കെ പോയി, പക്ഷേ ദൈവത്തിന്റെ കരുതലുകൾ അപാരമായിരുന്നു. സ്തോത്രം മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച പലരും മടങ്ങി വരാതെ മരണത്തിൽ സ്തോത്രം, മരണത്തിൽ ലോകത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ സ്തോത്രം, ആരോഗ്യമില്ലാത്തവരെ സ്തോത്രം, ശാരീരിക ക്ലേശങ്ങളുള്ളവരെ സ്തോത്രം മടക്കി ക്ഷേമത്തോടെ മടക്കി വരുത്തിയ ഒരു ദൈവം. വല്യമ്മച്ചയൊക്കെ സ്തോത്രം ആശുപത്രിയില് കടന്നുപോയി ഒറ്റയ്ക്കൊക്കെ ആയിരുന്ന സന്ദർഭങ്ങളുണ്ട്. രണ്ട് വല്യമ്മച്ചിമാരും സ്തോത്രം അവിടെയൊക്കെ ദൈവത്തിന്റെ കരുതലുകൾ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ തന്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കുകയായി. ഹല്ലേലൂയ. അനർത്ഥം നമ്മെ പിടിക്കാതെ, അനർത്ഥം നമ്മെ ഇടുങ്ങിക്കളയാതെ, അനർത്ഥം വ്യസന കാരണമായി തീരാതെ ദൈവത്തിന്റെ കൃപയിൽ നമ്മെ പൊതിയുകയായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അനർത്ഥം വ്യസന കാരണമായ സൂക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അവൻ നമ്മെ ഒളിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. ഇവിടെ പറയുകയാണ്, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിച്ചു വെക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അനർത്ഥം നമ്മെ പിടിക്കാതെ വണ്ണം ദൈവത്തിൽ മറച്ചു വെച്ച്, ഒളിച്ചു വെച്ച് സംരക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത ഭാഗത്ത് പറയുകയാണ്, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ മറച്ചു പിടിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അനർത്ഥം നമുക്ക് വ്യസന കാരണമായി തീരാതെ നമ്മെ മറച്ചു പിടിക്കുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. 91 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, സ്തോത്രം, അനർത്ഥം സ്തോത്രം നിന്റെ കൂടാരത്തിൽ സ്തോത്രം. 10ാമത്തെ വാക്യമാണ്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഒരനർത്ഥം നിനക്ക് ഭവിക്കുകയില്ല. സ്തോത്രം. ദൈവിക സംരക്ഷണമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ദൈവത്തിന്റെ സംരക്ഷണമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം പറയുകയാണ്, ഒരു അനർത്ഥം നിനക്ക് ഭവിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, സ്തോത്രം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സ്തോത്രം, ദൈവത്തിന്റെ മക്കളായി തീർന്നവർക്ക് ദൈവികമാകുന്ന സംരക്ഷണയാണ്. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അനർത്ഥം കടന്നു വരുന്ന പല മേഖലകളും ജീവിതത്തിൽ ഉണ്ടാകും. അവിടെ മറച്ചു ഒളിപ്പിച്ചു നിന്നെ സംരക്ഷിക്കും.
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അനർത്ഥ ദിവസത്തിൽ ആമേൻ തന്റെ കൂടാരത്തിൽ ആമേൻ സ്തോത്രം ഒളിപ്പിച്ച് ആമേൻ സ്തോത്രം തിരുനിവാസത്തിന്റെ മറവിൽ നമ്മെ മറച്ച്. എന്തിനു വേണ്ടിയാണ്? ആമേൻ സ്തോത്രം. ദൈവത്തിന് ചില പ്ലാനുകൾ നമ്മളെ കുറിച്ച്. ഹല്ലേലൂയ. ആമേൻ. ദൈവം സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആമേൻ സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ ആകേണ്ടതുപോലെ ആകുവാൻ വേണ്ടി. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ചുള്ള പ്ലാനും പദ്ധതികളും ആമേൻ സ്തോത്രം ആമേൻ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ മനസ്സിലുണ്ട്. ഓരോ വ്യക്തിയെ കുറിച്ചും ഓരോ ദൈവപൈതലിനെ കുറിച്ചും ആമേൻ സ്തോത്രം പൗലോസ് അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്. ആമേൻ സ്തോത്രം എന്നെ ആമേൻ സ്തോത്രം ഈ ലോകം നിർമ്മിക്കുന്നതിന് മുമ്പേ എന്നെ കുറിച്ചുള്ള പ്ലാൻ നിന്റെ കയ്യിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന്റെ മനസ്സിൽ പല പദ്ധതികളുണ്ട്. ആ പദ്ധതികളിലേക്ക് നാം കടന്നു വരുവാൻ വേണ്ടിയാണ് അനർത്ഥം നമുക്ക് വ്യസന കാരണമായി തീരാതെ നമ്മെ സംരക്ഷിക്കുന്നത്. ആമേൻ. ആ ദൈവിക പദ്ധതികളിലേക്ക് നാം കടന്നു വരേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നാം അത് മറന്നു കളഞ്ഞുകൊണ്ട് ആമേൻ സ്തോത്രം ജീവിതയാത്രയിൽ നമ്മൾ കണക്ക് കൂട്ടുന്ന മേഖലകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ കണ്ടും പരിചയമുള്ള മേഖലകളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ആമേൻ സ്തോത്രം അതുപോലെയൊക്കെ ആയിത്തീർന്നാൽ മതി എന്നുള്ള ചിന്തയിൽ കടന്നു പോവുകയാണ്. പക്ഷേ ദൈവം നമ്മളെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ സ്തോത്രം നാം ദൈവ മുമ്പാകെ നടക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സംരക്ഷിക്കുന്നത്. ഹല്ലേലൂയ. 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 പൗലോസ് ആമേൻ സ്തോത്രം തന്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ഹൃദയ പ്രകാരമുള്ള ആമേൻ സ്തോത്രം ആശ ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ആയിത്തീരണം. ഹല്ലേലൂയ. വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറയുവാനിടയായി തീർന്നു. നമ്മുടെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന്റെ വിളിയിലുള്ള ആശ മനസ്സിലാക്കിക്കൊണ്ട് നാം മുൻപോട്ട് പോകുവാനിടയായി തീരണം. ആമേൻ സ്തോത്രം. വീണ്ടും ആമേൻ സ്തോത്രം ദൈവം നമ്മളെ കുറിച്ച് ആ പദ്ധതികളിലേക്ക് വരുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം നമ്മൾ ഇപ്പോഴായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന് തൃപ്തിയല്ലാത്ത മേഖലകളിൽ നാം പിന്നെയും രൂപാന്തരപ്പെട്ട് അല്ലെങ്കിൽ ആമേൻ സ്തോത്രം നമ്മൾ മാനസാന്തരപ്പെട്ട് ഒന്നും കൂടെ ദൈവത്തോട് അടുക്കുവാൻ വേണ്ടിയാണ് ദൈവം അവസരങ്ങൾ നൽകുകയാണ്. ഹല്ലേലൂയ. ദൈവം അവസരങ്ങൾ നൽകുകയാണ്. ആമേൻ സ്തോത്രം. നമുക്കറിയാം പത്രോസിനെ അറിയാം. പത്രോസ് യേശു കർത്താവിനെ തള്ളി പറയുവാനിടയായി തീർന്നു. പക്ഷേ ആമേൻ സ്തോത്രം ചില നിമിഷങ്ങൾ ആമേൻ സ്തോത്രം കഴിഞ്ഞപ്പോൾ യേശു കർത്താവിന്റെ നോട്ടം അവന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ആ നോട്ടത്തിൽ അവൻ ആമേൻ സ്തോത്രം തന്റെ തെറ്റ് മനസ്സിലാക്കി ആത്മതപനത്തോടെ ദൈവസന്നിധിയിൽ നെടുപ്പാട് വീണ് കരയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ അവന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുവാനിടയായി തീർന്നു. ദൈവം അവനെ ശക്തീകരിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒരു സഹോദരിയുടെ മുൻപിൽ യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി പറഞ്ഞ പത്രോസ് പിന്നത്തേതിൽ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ കൊന്ന യേശുവിനെ കർത്താവ് രക്ഷിതാവുമായിട്ട് വച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുവാനിടയായി തീർന്നു. ദൈവസന്നിധിയിൽ ചില മാനസാന്തരത്തിലെ പുതുക്കത്തിലേക്ക് സ്തോത്രം ചില സ്തോത്രം പുത്തൻ അനുഭവങ്ങളിലേക്ക് സ്തോത്രം ചില സ്തോത്ര ശുദ്ധീകരണത്തിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അനർത്ഥം നമ്മെ സ്തോത്രം ഇല്ലാതാക്കി കളയാതെ ദൈവം സംരക്ഷിക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പാറമേലനെ സ്തോത്രം പാറമേലനെ ഉയർത്തും. ഹല്ലേലൂയ. ദൈവം ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ജീവിതത്തിൽ നിരാശകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ സ്തോത്രം കഷ്ടപ്പാടുകൾ കടന്നു വരുമ്പോൾ അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം നമ്മെ ഒളിപ്പിച്ചും
മറച്ചും വെച്ചിട്ട് സ്തോത്രം പിന്നത്തേതിൽ ദൈവം നമ്മെ ഉയർത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ഉയർത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എബേസ് പ്രാർത്ഥിച്ചു, സ്തോത്രം എനിക്ക് അതിന് വിശാലമാകണം. സ്തോത്രം എന്റെ സ്തോത്രം എല്ലാ സ്തോത്ര അതിരുകളെയും സ്വർഗത്തിന്റെ ദൈവം വിശാലമാക്കണം. അനർത്ഥ വ്യസനകാരമായി തീരരുത്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. അനുഗ്രഹം ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടവന് നൽകുവാനിടയായി തീർന്നു. സ്തോത്രം ഇവിടെ സ്തോത്രം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സ്തോത്രം ഒരു കഷ്ടതയുടെ നടുവിൽ, ദുഃഖത്തിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ ഒളിച്ചു നിൽക്കേണ്ടി വന്നാലും മറച്ചു പിടിച്ചു വെച്ച് എങ്കിലും സ്തോത്രം പിന്നത്തേതിലൊരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം വാഗ്ദത്തമുള്ള ദൈവ പൈതലാണോ ഞാനും നിങ്ങളും തീർച്ചയായും നമ്മെ ഉയർത്തുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യോസഫിനെ ഒന്ന് നോക്കിക്കേ. യോസഫ് സ്തോത്രം സ്വപ്നം കാണുവാനിടയായിരുന്നു. യോസഫ് സ്തോത്രം സ്വപ്നം കണ്ടത് തന്റെ സഹോദരന്മാരുടെ കറ്റകൾ തന്റെ കറ്റയെ വണങ്ങുന്നതായി. സ്തോത്രം. സൂര്യനും ചന്ദ്രനും കൂടെ 12 നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നതായി സ്വപ്നം കാണുവാനിടയായിരുന്നു. അല്ലേ? സ്തോത്രം. അനുഗ്രഹീതമാകുന്ന സ്വപ്നം. സ്തോത്രം. മറ്റുള്ളവർ വണങ്ങുന്ന ആ ഒരു നിലയിലേക്ക് എത്തുന്ന ഒരു സ്വപ്നം. അല്ലേ? ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആലോചനകളൊക്കെ ദൈവം നമ്മുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ദൈവം ഉയർത്തുന്ന അനുഭവങ്ങളെ കുറിച്ച്. സ്തോത്രം. പല പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ അത് കേട്ടിട്ടുണ്ട്. സ്തോത്രം. പക്ഷേ സ്തോത്രം അതിലേക്കുള്ള വഴികൾ പലപ്പോഴും കഷ്ടതയുടെയും ദുഃഖത്തിന്റെയും അനുഭവങ്ങളായി. സ്തോത്രം. ഹല്ലേലൂയ. പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ അനുഭവങ്ങളായിരിക്കും. ഹല്ലേലൂയ. യോസഫിനെ സംബന്ധിച്ചിടത്തോളം കണ്ടത് നല്ല അനുഗ്രഹീതമായുള്ള ദർശനമാ, ആരും മാനിക്കുന്ന ഒരു ദർശനമാ. പക്ഷേ അതിലേക്ക് കടന്നു പോകുവാൻ യോസഫിന്റെ ജീവിതത്തിൽ കടന്നു വന്നത് പൊട്ടക്കിണറും അതുപോലെയുള്ള സാഹചര്യങ്ങളുമാണ് അവന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നത്. സ്തോത്രം. പൊട്ടക്കിണറിന്റെ നടുവിൽ സ്തോത്രം തന്റെ സഹോദരങ്ങൾ തന്നെ ഒറ്റപ്പെടുത്തുവാനിടയായി. തന്റെ സ്നേഹിതർ സ്തോത്രം കൈവിടുവാനിടയായി തീർന്നു. തനിക്ക് ഇഷ്ടമുണ്ടായിരുന്നവർ പോലും രൂപൻ പോലുള്ള സഹോദരങ്ങൾ പോലും സ്തോത്രം നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചില കാരണങ്ങൾ കൊണ്ട് യോസഫിനെ സ്തോത്രം കൊന്നു കളഞ്ഞു എന്ന് അപ്പനോ സ്തോത്രം കൊന്നു കളഞ്ഞിട്ട് മൃഗം പിടിച്ചു എന്ന് അപ്പനോട് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആരാലും ഉപേക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് യോസഫ് കടന്നു പോയി. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് ചോദിച്ചു നോക്കിക്കേ. സ്തോത്രം. കണ്ട ദർശനം എന്താ? കണ്ട സ്തോത്രം കാഴ്ചപ്പാട് എന്താ? പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. അതിനെല്ലാം വിപരീതമായിട്ടാണ്. ഹല്ലേലൂയ. ദർശനമുള്ളവന്റെ ജീവിതത്തിലേക്ക് സ്തോത്രം കഷ്ടതകൾ കടന്നു വരുന്നത് ദർശനത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം. കഷ്ടതയുടെ നടുവിലൂടെ ദൈവം നടത്തിയിട്ട് സ്തോത്രം പിന്നത്തേതിൽ സ്തോത്രം ദർശനത്തിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ നിന്ന് സ്തോത്രം അറബി ദേശക്കാർക്ക് വിൽക്കുവാനിടയായി തീർന്നു. മിസ്രൈമിലെ കച്ചവടക്കാർക്ക് വിൽക്കുവാനിടയായി തീർന്നു. അവിടെ നിന്ന് പോത്തിഫറിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് സ്തോത്രം കാരാഗ്രഹത്തിലേക്ക് കടന്നു പോയി. സ്തോത്രം. ഈ മേഖലകളിലൊക്കെ യോസഫിന്റെ ജീവിതത്തിൽ വളരെയധികം കഷ്ട ദിവസങ്ങളാണ്, അനർത്ഥ ദിവസങ്ങളാണ് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി തീർന്നത്. തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവർ പോലും സ്തോത്രം യോസഫിനെ ഓർത്തില്ല. സ്തോത്രം. താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. സ്തോത്രം. അപ്പക്കാരനും സ്തോത്ര പാനപാത്ര
കാമുകനും സ്തോത്രം അവർക്ക് സ്വപ്നം പറഞ്ഞു കൊടുത്തതനുസരിച്ചുള്ള സ്തോത്ര അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ സ്തോത്ര പാനപാത്രഭാഗം പറഞ്ഞത് സ്തോത്രം സ്തോത്രം വീണ്ടും ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിന്നെ ഓർക്കാം, നിന്റെ കാര്യം ഞാൻ അറിയിക്കാം. സ്തോത്രം യോസഫും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്തോത്രം അവിടെ അത് മറന്നു പോകുവാനിടയായി തീർന്നു. ഓർക്കാമെന്ന് പറഞ്ഞവർ പോലും സ്തോത്രം മറന്നു പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കഷ്ടതയുടെ അനുഭവങ്ങൾ യോസഫിന്റെ ജീവിതത്തിലേക്ക് മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ സ്തോത്രം ഈ കഷ്ടതയിലൂടെ കടത്തിവിടുന്ന ദൈവത്തിന് അവന്റെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. ഈ കഷ്ടതയിലൂടെ കടന്നു പോയി പിന്നത്തേതിൽ അവനെ ഞാൻ ഉയർത്തുവാനുള്ളവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ കഷ്ടതയിൽ ഞാൻ അവനെ ഇട്ടിരിക്കുന്നത് അവൻ പൊന്നുപോലെ പുറത്തു വരുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. തട്ടാൻ അറിയാം. ഒരു സ്വർണത്തിന്റെ അംശം സ്തോത്രം അതിൻ്റെതാകുന്ന തീച്ചുളയിലേക്ക് ഇട്ട് തന്റെ മനസ്സിലുള്ള ആ ഒരു സ്തോത്രം ആ ഒരു ഉരുപ്പിടി സ്തോത്രം ആ ഒരു മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്വർണത്തിന്റെ സ്തോത്രം ആഭരണം ഉണ്ടാക്കുവാൻ തന്റെ മനസ്സിലുള്ളതുപോലെ ആക്കിയെടുക്കുവാൻ അതിനെ ആ തീയിലിട്ട് അതിനെ ശോധന ചെയ്ത് അതിനെ അടിച്ചും പരത്തിയും അതിനെ സ്തോത്രം അതിൻ്റെതായ നിലയിൽ പരുവപ്പെടുത്തി എടുത്ത് സ്തോത്രം ഒരു നല്ല സ്തോത്ര ആഭരണമാക്കി മാറ്റുവാനിടയായി തീരും. അതുപോലെ യോസഫിനെ തീച്ചുള്ളിയുടെ അനുഭവത്തിലേക്ക് യോസഫിനെ സ്തോത്ര കഷ്ടതയുടെ അനുഭവത്തിലേക്ക് ഇട്ടപ്പോൾ ദൈവത്തിനറിയാം ഇവനെ എപ്പോൾ പുറത്തെടുക്കണമെന്ന്. സ്തോത്ര. ഹല്ലേലൂയ. ഓർക്കാമെന്ന് പറഞ്ഞവർ മറന്നുപോയപ്പോഴും ദൈവം രാജാവിനെ ഉണർത്തിച്ച് അവന് സ്വപ്നം കൊടുത്തിട്ട് അത് വ്യാഖ്യാനിക്കുവാൻ വേണ്ടി സ്തോത്രം ചിലരെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഇടപെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. യോസഫിന്റെ ജീവിതത്തിൽ സ്തോത്രം അത് മാറ്റത്തിന്റെ അനുഭവമായി മാറുവാനിടയായി. അവൻ സ്തോത്രം ഉയർച്ച അവരുടെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാനിടയായി. സ്തോത്രം. മിസ്രൈമിലേക്ക് യോസഫ് കടന്നു വന്നത് ഒരു അടിമയായിട്ടാണ്. ഹല്ലേലൂയ. ഒരു അടിമയായിട്ടാണ് അവിടെ കടന്നു വന്നത്. അടിമയായിട്ടാണ് വിൽക്കപ്പെട്ടത്. അടിമയായിട്ടാണ് ജീവിതം കഴിച്ചു വന്നത്. അടിമയായിരുന്ന ഈ ബാലന്റെ ജീവിതത്തിൽ സ്തോത്രം ചില പ്രതിസന്ധികൾ കടന്നു വന്നു. താൻ കാരാഗ്രഹത്തിൽ അകപ്പെട്ടു. കാരാഗ്രഹത്തിൽ കിടന്ന് സ്തോത്രം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവനായി, ഒരു അടിമയുടെ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടവനായി ഇരിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ തന്നെ അവനെ കുറിച്ചുള്ള പദ്ധതികൾ വെളിപ്പെടുത്തുവാൻ സമയമായപ്പോൾ അവനെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ സ്തോത്രം യോസഫ് അടിമയല്ല, മറിച്ച് വിശിഷ്ട വ്യക്തിയായി മാറുവാനിടയായി തീർന്നു. അവിടുത്തെ രാജാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്ഥാനം കൊണ്ട് മാത്രം ഞാൻ ഒന്നാമതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് വെച്ചാൽ രാജാവ് സ്തോത്രം ആ ദേശത്തെ വാഴുന്ന വ്യക്തിയാണ്. എന്നാൽ സ്തോത്രം സ്ഥാനം കൊണ്ട് മാത്രം ഞാൻ രാജാവായിട്ടിരിക്കും, പക്ഷെ നീയാണ് ഈ ദേശം മുഴുവൻ വാഴേണ്ടത് എന്നുള്ള സ്തോത്രം വിധി രാജാവ് കൽപ്പിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. മിസ്രൈമിൽ അടിമയായി വന്നവൻ സ്തോത്രം ആ രാജ്യത്തിലെ മുഖ്യ വ്യക്തിയായി മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. അനർത്ഥ ദിവസത്തിൽ ഒളിച്ചിരുന്ന കാലത്ത് പോത്തിഫറിന്റെ ഭവനത്തിലും കാരാഗ്രഹത്തിലും ഒളിച്ചിരുന്ന കാലത്ത് യോസഫിന് വെളിപ്പെടാതെ ചില അനുഭവങ്ങൾ തന്നെ ഉയർത്തിയ നിമിഷങ്ങളിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. മറഞ്ഞിരുന്ന സമയങ്ങളിൽ, ഒളിച്ചിരുന്ന സമയങ്ങളിൽ യോസഫിന്റെ ജീവിതത്തെ നോക്കിയാൽ സ്തോത്രം അധികാരമില്ലാത്തവനായിട്ട് ഒരടിമയായിട്ടിരുന്നുവെങ്കിൽ ദൈവം അവനെ ഉയർത്തിയപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ അധികാരത്തോടെ നിൽക്കുവാനിടയായി തീർന്നു.
അവൻ ദൈവം നമ്മളെ സ്തോത്രം ഉയർത്തുമ്പോൾ ചില അധികാരങ്ങളോടെയാണ് ദൈവം നമ്മെ നിർത്തുവാനിടയായി തീർന്നത്. അവൻ സ്തോത്ര ഹല്ലേലൂയ ദൈവ മക്കൾ എന്നുള്ള അധികാരത്തോടെ അവൻ നമ്മെ നിർത്തുവാനിടയായി തീരും. ഹല്ലേലൂയ പലതിന്റെയും മുൻപിൽ അവൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അവൻ നാം ലഭിക്കപ്പെടാതെ അവൻ സ്തോത്ര അനുഭവങ്ങളിൽ അവൻ മറഞ്ഞും ഒളിഞ്ഞും ഇരുന്ന കാലഘട്ടങ്ങളെ കുറിച്ച് അവൻ സ്തോത്രം അവൻ നമ്മൾ നോക്കുമ്പോൾ അവൻ അതൊക്കെയും അവൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് ഒരു ദൈവ പ്രവൃത്തിക്ക് കാരണമല്ലാതിരിക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുന്ന കാലഘട്ടങ്ങളിൽ ദൈവം നമുക്ക് അവൻ സ്തോത്ര അധികാരങ്ങളെ നൽകി തരുവാനിടയായി തീരും. അവൻ ഉയർത്തിയപ്പോൾ യോസഫിന്റെ ജീവിതത്തിൽ അധികാരം വെളിപ്പെടുവാനിടയായി തീർന്നു. അവൻ സ്തോത്രം അവൻ അധികാരം മാത്രമല്ല അവൻ മറ്റുള്ളവർ വണങ്ങത്തക്ക രീതിയിൽ അവൻ സ്തോത്രം മാന്യനായി മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കേ, അടിമയായിരുന്നപ്പോൾ അവൻ സ്തോത്രം മാറ്റി നിർത്തപ്പെട്ട അവൻ അല്ലെങ്കിൽ അവൻ സ്തോത്രം അവൻ എങ്ങനെയായിരിക്കും അവിടുത്തെ അവൻ മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവൻ സ്തോത്രം അവിടുത്തെ അവൻ സ്തോത്രം ആൾക്കാരൊക്കെ പ്രമുഖന്മാരൊക്കെ അവനെ കണ്ടിരുന്നത് അവൻ സ്തോത്രം ഒരു പുച്ഛത്തോടെ അവൻ മാറ്റി നിർത്തപ്പെട്ടവനായിട്ടാണ് അവൻ കണ്ടത്. എന്നാൽ അവൻ സ്തോത്രം അധികാരം ലഭിച്ചപ്പോൾ അവൻ സ്തോത്രം സകലരും വണങ്ങുവാൻ വേണ്ടി അവൻ സ്തോത്രം അവന്റെ മുൻപിൽ മുട്ടുകുത്തുന്ന അനുഭവത്തിലേക്ക് ദൈവം അവനെ എത്തിക്കുവാനിടയായി. ദൈവത്താൽ ഒരു അവൻ സ്തോത്രം ഉയർച്ച ലഭിച്ചാൽ അവൻ മറ്റുള്ളവർ നമ്മെ മാനിക്കുന്ന നിലയിലേക്ക് ദൈവം നമ്മെ വഴി നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. അവൻ സ്തോത്രം സ്തോത്രം അവൻ മിസ്രൈമിലേക്ക് വിറ്റു കളയുന്ന സമയത്ത് തന്റെ സഹോദരന്മാരുടെ മനോഭാവം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവൻ സ്തോത്രം അവനെ കൊന്നു കളയുവാൻ ഭാവിച്ച ആ സന്ദർഭത്തിൽ അവരുടെ മനോഭാവം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവൻ സ്തോത്രം എന്നാൽ അവൻ സ്തോത്രം അവർ ധാന്യം കൊള്ളുവാൻ വേണ്ടി മിസ്രൈമിൽ അവൻ യോസഫിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ സ്തോത്രം അതിനെ തിരിച്ച് അവൻ സ്തോത്രം ഹല്ലേലൂയ യോസഫിന്റെ മുൻപിൽ മുട്ടുകുത്തത്തക്ക രീതിയിൽ അവൻ ദൈവം അവനെ മാനിക്കുവാനിടയായി തീർന്നു. എവിടെയൊക്കെ അവൻ സ്തോത്രം നാം നിന്ദിക്കപ്പെടുന്നുവോ, എവിടെയൊക്കെ നാം അവൻ സ്തോത്രം അവൻ മാറ്റി നിർത്തപ്പെടുന്നുവോ, അവിടെയൊക്കെ അവൻ ദൈവം ഉയർത്തുമ്പോൾ നമുക്ക് മാന്യതയും ദൈവിക അവൻ സ്തോത്രം മാന്യത നമുക്ക് ലഭിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ സ്തോത്രം നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഹല്ലേലൂയ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. യോസഫിന്റെ ജീവിതത്തിൽ ഉയർത്തിയ ദൈവം ഹല്ലേലൂയ അവൻ സ്തോത്രം അധികാരം നൽകപ്പെട്ട് അധികാരം നൽകി മാനിച്ച ദൈവ, അവന് മഹത്വം നൽകി മാനിച്ച ദൈവ, തന്റെ സഹോദരന്മാരുടെ മുൻപിൽ മാറ്റി നിർത്തപ്പെട്ടവരുടെ മുൻപിൽ മാനിച്ച ദൈവം. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ മാന്യത നൽകുവാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ ശിഷ്യന്മാർ സ്തോത്രം യേശു കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു. പത്രോസ് ചോദിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? സ്തോത്രം യേശു കർത്താവ് പറഞ്ഞത് സ്തോത്രം ഈ വരുവാനുള്ള കാലത്തിലല്ല സ്തോത്രം സ്തോത്രം സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ മനുഷ്യപുത്രൻ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു സ്തോത്ര അനുഭവത്തെ കുറിച്ച് യേശു കർത്താവ് പത്രോസിനോട് പറയുവാനിടയായി തീർന്നു. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്തോത്രം മാന്യതയോ സ്തോത്രം വലിയ സ്ഥാനങ്ങളോ ലഭിച്ചില്ല എങ്കിലും വരുവാനുള്ള ലോകത്തിൽ നമ്മുടെ സ്തോത്രം അനുഭവങ്ങൾ നമ്മുടെ ഉയർച്ച വലുതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഈ ലോകത്തിൽ സ്തോത്രം നമ്മളായിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ മാറ്റി നിർത്തിയാൽ സ്തോത്രം മറ്റുള്ളവർ നമ്മെ സ്തോത്രം ശ്രേഷ്ഠരെന്ന് എണ്ണിയില്ലെങ്കിലും സ്തോത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ മടങ്ങി വരുമ്പോൾ അവന്റെ മണവാട്ടിയായി അവരോടൊപ്പം ഇരിക്കുവാൻ ആ മഹത്വം ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ
ഹല്ലേലൂയ. അവൻ സ്തോത്രം അത് മുൻ കണ്ടുകൊണ്ട് അവൻ സ്തോത്രം അവൻ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട ഒരു ദൈവഭക്തൻ പാടിയ പാട്ട് ഇങ്ങനെയാണ്: നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിഭയെ ധരിപ്പിച്ചിട്ടെന്നെ രാജരാജ പ്രതിഭയെ ധരിപ്പിച്ചിട്ടെന്നെ ൂണാവേലിരുത്തുന്ന രാജാവ് വേഗം വരും. ൂണാവേലിരുത്തുന്ന രാജാവ് വേഗം വരും. പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. പ്രിയ രക്ഷകൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. രാജാവ് വേഗം വരും. പൂർണ്ണവെങ്കിലെത്തുന്ന രാജാവ് വേഗം വരും. ആമേൻ. സ്തോത്രം. രാജാവ് തന്റെ കൂടെ ഇരുത്തുന്നത് അവൻ തന്റെ റാണിയെയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കാന്തനാകുന്ന യേശു ക്രിസ്തു ആമേൻ. സ്തോത്രം തന്റെ മണവയാട്ടിയാകുന്ന ദൈവസഭയാണ് കൂടെ ഇരുത്തുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ആമേൻ. സ്തോത്രം. അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. അവന്റെ ആമേൻ. സ്തോത്രം അവൻ കൂടാരത്തിൽ മറഞ്ഞു തിരുനിവാസത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു അവൻ നമുക്ക് അവൻ സംരക്ഷണം ചെയ്ത് പിന്നത്തെ നമ്മെ ഉയർത്തുന്ന ഒരു ദിനമുണ്ട്. അതിനു വേണ്ടി നോക്കി പാർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കൊണ്ടുന്നു. സമയം അനുവദിച്ച